ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രാഗ് എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു യൂറോപ്യൻ രാജ്യത്തിലത്തെ കുറച്ച് നല്ല കാഴ്ചകളും അവിടുത്തെ പ്രധാനപ്പെട്ട ഭക്ഷണ രീതിയും ഒക്കെയാണ്. അപ്പം ഞങ്ങൾ ഇന്ന് ബെൽജിയത്തിൽ നിന്നും പ്രാഗിലോട്ട് ഫ്ലൈറ്റിലാണ് പോകുന്നത്. ബൈ റോഡ്, അതായത് ബസ് വഴിയും ട്രെയിൻ വഴിയും ഒക്കെ പോകാം. പക്ഷെ അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. നേരെ മറിച്ച് ഫ്ലൈറ്റിലാണെങ്കിൽ വളരെ ചീപ്പായിട്ട് നമുക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് പ്രാഗിൽ എത്താൻ പറ്റും. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. ഈ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര നല്ലതാണ്. സിറ്റിയുടെ നടുക്കായതുകൊണ്ട് തന്നെ സൈറ്റ് സീയിങ്ങിനൊക്കെ പോകാൻ വളരെയധികം സൗകര്യമായിരുന്നു. അതുപോലെ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസും നല്ല കംഫർട്ടബിൾ ബെഡും എല്ലാമായിരുന്നു. അപ്പോൾ പ്രാഗ് ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ചീപ്പാണ്. അതിപ്പോൾ ഹോട്ടലാണെങ്കിലും ഫുഡാണെങ്കിലും ഒക്കെ ഒരുപാട് ചീപ്പാണ് ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ. പ്രാഗ് സിറ്റി ടൂർ ബസ്സാണിത്. ഇതിൻ്റെ ടിക്കറ്റിൻ്റെ വാലിഡിറ്റി 24 മണിക്കൂറാണ്. നമ്മളെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കൊണ്ടേ എത്തിക്കും. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അവിടേക്ക് ഇറങ്ങി കാണാം. കണ്ടതിന് ശേഷം വീണ്ടും ആ ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ബസ് എല്ലാ 20 മിനിറ്റ് കൂടുമ്പോഴും വരും. എന്നിട്ട് വീണ്ടും ആ ബസ്സിൽ കയറിയിട്ട് വീണ്ടും നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇറങ്ങുകയും അങ്ങനെ അവർ തിരിച്ച് നമ്മൾ എവിടെ നിന്നാണോ പിക്ക് ചെയ്തത് അവിടെ തിരിച്ചുകൊണ്ട് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. ഇതാണ് പ്രാഗ് കാസിൽ. 9ാം സെഞ്ച്വറിയിലുള്ള കാസിലാണിത്. ഇവിടെ തന്നെയാണ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ പ്രസിഡന്റിൻ്റെ ഒഫീഷ്യൽ ഓഫീസും. എന്നിരുന്നാൽ പോലും ഈ കാസിലിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളും ടൂറിസ്റ്റിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ആയതുകൊണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ വിസിറ്റേഴ്സ് പ്രാഗിൽ വന്നാൽ വരുന്ന സ്ഥലവും കൂടിയാണ് ഈ പ്രാഗ് കാസിൽ. കണക്ക് പ്രകാരം ഓരോ വർഷവും 1.8 മില്യൺ വിസിറ്റേഴ്സ് ഈ ഒരു പ്രാഗ് കാസിൽ കാണാൻ വേണ്ടി മാത്രം വരുന്നു എന്നാണ്. ഇതാണ് പ്രാഗ് കാസലിന്റെ ഉൾഭാഗം. അതിന്റെ തൊട്ടടുത്തൊരു ചേർച്ച് കാണുന്നില്ലേ, അതാണ് സെയിന്റ് വൈറ്റസ് കത്തീഡ്രൽ. ഇതൊരു റോമൻ കാത്തലിക് ചേർച്ചാണ്. ഇതിന്റെ പണി തീർത്തിരിക്കുന്നത് തികച്ചും ഗോത്തിക് ആർക്കിടെക്ചർ സ്റ്റൈലാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഉറപ്പായിട്ട് ഇത് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം പ്രാഗിലത്തെ ഏറ്റവും വലിയ ചേർച്ചാണിത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചേർച്ചും ഇത് തന്നെയാണ്. പിന്നെ ഇത് പ്രാഗ് കാസലിന്റെ കോംപ്ലക്സിന്റെ അകത്ത് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചേർച്ച് ഗവൺമെന്റിന്റെ കീഴിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ സിറ്റി ടൂർ ബസ് ഉണ്ടല്ലോ, 24 മണിക്കൂറിൻ്റെ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ റിവർ ക്രൂസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ക്ലാസിക് റിവർ ക്രൂസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിനി ഹോട്ടലിൻ്റെ ഒരു സെറ്റപ്പാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ നമുക്ക് ഓർഡർ ചെയ്യാം. പക്ഷേ ഭക്ഷണത്തിനൊക്കെ നമ്മൾ എക്സ്ട്രാ കാശ് കൊടുക്കണം കേട്ടോ. ഏതൊക്കെയായാലും നമ്മൾ കുറച്ച് ഭക്ഷണം എല്ലാം കഴിച്ച് നമുക്ക് ആ ഒരു പ്രാഗ് നഗരത്തിലത്തെ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു റിവർ ക്രൂസ് ചെയ്യാൻ സാധിക്കും. ആ കാണുന്നതാണ് ഫേമസ് ചാൾസ് ബ്രിഡ്ജ്. ചാൾസ് ബ്രിഡ്ജ്, നിങ്ങൾ പ്രാഗിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാൾസ് ബ്രിഡ്ജിൽ പോകണം. കാരണം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സൈറ്റ് സീയിങ് ലൊക്കേഷൻ തന്നെയാണത്. അതിൻ്റെ അടുത്ത് വരെ പോകാം. ഞാനിപ്പോൾ ജസ്റ്റ് ബോട്ടിൽ നിന്ന് കാണിച്ചു എന്ന് മാത്രം. ഇതേപോലത്തെ ടേബിളൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ബോട്ടിലുള്ളത്. അപ്പം വളരെ കംഫർട്ടബിൾ ആയിരുന്നു. കുട്ടികൾക്ക് ഞങ്ങൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. കാരണം അല്ലെങ്കിൽ അവർ ബോറടിക്കല്ലോ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അതായിരുന്നു ഈ ഒരു ക്രൂസിലത്തെ വിശേഷങ്ങൾ. ബെൽജിയൻ വ്ളോഗ്സിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും ഒരുപാട് ക്രിസ്മസ് മാർക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ ക്രിസ്മസ് ടൈമിലാണ് യൂറോപ്പിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്മസ് മാർക്കറ്റ്സ് മിസ് ചെയ്യാണ്ട് കാണണം. എല്ലാ സ്ഥലത്തും തന്നെ പോയി കാണണം. കാരണം ബെൽജിയത്തിൽ കാണുന്ന ക്രിസ്മസ് മാർക്കറ്റ് പോലെയല്ല പ്രാഗിൽ ഞാൻ കണ്ടിരിക്കുന്നത്. ചെറിയ രീതിയിലെങ്കിലും വ്യത്യാസമുണ്ട്. അവർ വിൽക്കുന്ന ഭക്ഷണങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ അവർ വിൽക്കുന്ന ഡെക്കറേഷൻ പീസസ്, അല്ലെങ്കിൽ ജിഞ്ചർ ബ്രെഡ് ആയിക്കോട്ടെ, എല്ലാത്തിനും അവരുടേതായ ഓരോ രാജ്യത്തിൻ്റെതായ ലൈഫ് സ്റ്റൈൽ, ഓരോ രാജ്യത്തിൻ്റെ കൾച്ചർ അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും നേരം പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭക്ഷണ രീതിയെക്കുറിച്ച് നോക്കാം. ബിയർ ഭയങ്കര ഫേമസ് ആണ് പ്രാഗിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് നോൺ വെജ് ഐറ്റംസ് ബിയർ ഇട്ട് ഉണ്ടാക്കുന്നതുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നത് പോർക്കാണ്. ഇത് ഡാർക്ക് ബിയർ ഇട്ട് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് മാഷ് പൊട്ടേറ്റോസും ഉണ്ട്. ആ മീറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. വളരെ സോഫ്റ്റ് മീറ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഓരോ ഹോട്ടലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാൽ പോലും നിങ്ങൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നോൺ വെജ് ഐറ്റം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇത് ചിക്കനാണ്. കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വേവാത്തോണമൊക്കെ തോന്നും, പക്ഷെ വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കൂടെ ഒരു പ്രത്യേക തരം സോസൊക്കെ ഒഴിച്ചിട്ടുണ്ട്. എന്നാലും ഓക്കെ, വലിയ കുഴപ്പമില്ല. എനിക്ക് പോർക്കാണ് കുറച്ചും കൂടി ഇഷ്ടമായത്. എന്നാലും ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് വെന്തിട്ടൊക്കെ തന്നെയുണ്ട്. പക്ഷെ ഒരു ഡിഫറെൻറ്റ് ഡിഷാണ്. ഓക്കെ, ഇതൊരു പൊട്ടേറ്റോ സൂപ്പാണ്. അപ്പോൾ പ്രാഗിലുള്ളവർ കൂടുതലും പൊട്ടേറ്റോസ് കഴിക്കുന്നവരാണ്. പക്ഷേ എനിക്ക് ഈ ഒരു സൂപ്പ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. എന്നാലും ഓക്കെയാണ്. ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഒരു വെറൈറ്റി ആണല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇവർ നന്നായിട്ട് ഉരുളക്കിഴങ്ങ് കഴിക്കുന്ന ആൾക്കാരാണ്. ഈ കാണുന്നതെല്ലാം പൊട്ടേറ്റോയുടെ പല വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ലോക്കൽ മാർക്കറ്റ്സിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ,
ഇതേപോലത്തെ പലതരത്തിലുള്ള സോസേജസ് അവൈലബിൾ ആണ്, പലതരത്തിലുള്ള മീറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതലും ഈ ചിക്കനൊക്കെ വളരെ കുറച്ചാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ളവരൊക്കെ കൂടുതലും കഴിക്കുന്നത് ബീഫും പോർക്കൊക്കെയാണ് കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ച സംഭവം കാണിച്ചു തരാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ച് പോർക്ക് വാങ്ങിച്ചു, പിന്നെ കുറച്ച് വെജിറ്റബിൾസും വാങ്ങിച്ചു. വെജിറ്റബിൾസിൽ പ്രധാനമായിട്ടും മഷ്റൂമാണ് അതിലുള്ളത്. മഷ്റൂമും പിന്നെ ബ്രിഞ്ചോളും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിരുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ കുറേ നെയ്യുള്ള പോർക്കൊന്നുമല്ല, ജസ്റ്റ് മീറ്റ് മാത്രമാണ്. എന്നാൽ പോലും ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. പിന്നെ ഈ സിലിണ്ടർ പോലെ ഇരിക്കുന്ന ഓരോ സംഭവത്തിലും എന്താണെന്ന് ഞാൻ പറയട്ടെ, ഇതിലൊക്കെ വൈനും പലതരത്തിലുള്ള ജ്യൂസസുമാണ്. പക്ഷെ ഈ വൈനിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം, നമ്മൾ സാധാരണ കുടിക്കുന്ന വൈൻ പോലെയല്ല, ഇതെല്ലാത്തിനും ഭയങ്കര ചൂടാണ്. വൈനൊക്കെ നല്ല തിളച്ച് പൊന്തി, ഇങ്ങനെ തിളച്ച് പൊന്താൻ നല്ല ആ ആവിയൊക്കെ വന്ന്, അതുപോലെ തന്നെയാണ് ജ്യൂസസ് ആണെങ്കിലും ക്രിസ്മസ് പഞ്ച്, പെയർ ജ്യൂസും അതൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ അതിനെല്ലാത്തിനും ആപ്പിൾ ജ്യൂസ് ഒക്കെ ഉണ്ട്, അതെല്ലാം നല്ല തിളച്ച് പുക വന്ന് അങ്ങനെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല തണുപ്പല്ലോ ഈ സമയത്ത്. ഇപ്പം ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ -2 -3 ഒക്കെയാണ്. അപ്പോൾ ആ സമയത്ത് ഇതേപോലത്തെ നല്ല പെയർ ജ്യൂസും പിന്നെ എന്താ പറയുക വൈനൊക്കെ നല്ല ചൂടോടെ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ബേസിക്കലി അവർ എന്താ ചെയ്യണമെന്ന് അറിയാമോ, നോർമൽ ആപ്പിൾ ജ്യൂസ് ഒരു ഫ്രഷ് ആണോ ക്യാൻഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതെടുത്ത് അവർ ജസ്റ്റ് ഇട്ട് തിളപ്പിച്ചെടുക്കുക, അതൊക്കെ തന്നെയാണ് അവർ ചെയ്യണത്. പ്രാഗിൽ കിട്ടുന്ന ഒരു സ്പെഷ്യൽ പേസ്ട്രി ആണിത്. അപ്പം ഇതിൻ്റെ പേര് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ പേര് ഞാനിപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഈ ഒരു പേസ്ട്രീൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡോ ആണ്, ഒരു ബൺ പോലത്തെ സാധനത്തിൻ്റെ അകത്ത് കുറേ നുട്ടലയും ചോക്ലേറ്റും ഹേസൽനട്ടും നട്ട്സൊക്കെ ഇട്ട് നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒത്തൻറ്റിക് ആയിട്ടുള്ള ജാപ്പനീസ്, ഏഷ്യൻ, തായ്, ഇന്തോനേഷ്യൻ ക്യുസീൻ ഉള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് പ്രാഗിൽ ഞാൻ കണ്ടു. അപ്പോൾ ഞങ്ങൾ ഇതേപോലത്തെ സൂഷിയും സൂപ്പും എല്ലാം വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏഷ്യൻ ഫുഡും നല്ല ഏഷ്യൻ ഫുഡും നിങ്ങൾക്ക് പ്രാഗിൽ കിട്ടും. ഈ പേര് കണ്ടിട്ട് നിങ്ങൾക്ക് ചിലവർക്കൊക്കെ മനസ്സിലായി കാണും, മനസ്സിലാത്തവർക്കാണ് ഞാൻ പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റാണ്. നമ്മുടെ വീട്ടിലോട്ടുള്ള ബ്രെഡും മിൽക്കും ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തെ സെക്ഷൻ്റെ ഈ സംഭവങ്ങളൊക്കെയാണ് വിൽക്കുന്നത്. അതായത് വീടെന്ന് പറയുന്ന ഒരു പ്രത്യേക തരം കഞ്ചാവാണ്. ആ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ അവിടെ സെയിലിനുണ്ട്. ചോക്ലേറ്റ്സ് ഉണ്ട്, കേക്ക് ഉണ്ട്, കപ്പ് കേക്ക്സ് ഉണ്ട്, ജ്യൂസസ് ഉണ്ട്, ലോളിപോപ്സ് ഉണ്ട്, ആൽക്കഹോളിക് ബെവറേജസ് ഉണ്ട്. എന്തിന് അവിടെ ചിപ്സ് പോലും ഉണ്ട് ഈ വീടെന്ന് പറഞ്ഞ കഞ്ചാവ് ഉപയോഗിച്ച് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കണ്ട പോലീസ് പിടിക്കില്ലേന്ന്. പോലീസ് പിടിക്കില്ല. ഇത് ഒരു കടയെന്നല്ല, ഒരു 10,000 കടകൾ നിങ്ങൾക്ക് പ്രാഗിൽ കാണാൻ സാധിക്കും. ഇൻഫാക്ട് എല്ലാ കടയിലും ഉണ്ട് ഇത്. കാരണം ഇത് ലീഗലാണ് അവിടെ, അത് വിൽക്കാനും വാങ്ങാനും ലീഗലാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ശരിക്കും ആംസ്റ്റർഡാമിലൊക്കെ ഇതുപോലെയൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഈ വീട് വെച്ച് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ലീഗലാണ്, കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇത് ഏതൊക്കെയല്ല എല്ലാ കടയിലും ഉണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ബ്രൗണി വാങ്ങിച്ച് ട്രൈ ചെയ്തു. അപ്പോൾ ഇതാണ്, ഈ ഒരു ബ്രാൻഡാണ് ഞങ്ങൾ വാങ്ങിയത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും തോന്നിയില്ല. എല്ലാവരും പറയും ഇങ്ങനെ കഞ്ചാവ് കഴിച്ചാൽ നമ്മൾ വേറൊരു വേൾഡിലെത്തുന്നൊക്കെ. ഒരു വേൾഡില്ല. സാധാരണ ഒരു ബ്രൗണി ബ്രൗണിക്ക് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു എന്ന് മാത്രം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു ബ്രൗണി എങ്ങനെ ഉണ്ടാവും കഴിക്കുമ്പോൾ ആ ഒരു എഫക്റ്റ് മാത്രമല്ല, അല്ലാണ്ട് വേറൊരു വേൾഡിൽ പോവും അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സംഭവങ്ങളൊക്കെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ എനിക്കുള്ളൂ ഈ കഞ്ചാവ് അവർ ഇട്ടിട്ടുണ്ടാവാം. അതായിരിക്കും ഇങ്ങനെ ലീഗലാക്കിയേക്കണമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. അതോ ചിലപ്പോൾ ഞാൻ കഴിച്ച ബ്രൗണി ഒരു 3-4 കഴിച്ചാലായിരിക്കും ചിലപ്പോൾ ഫിറ്റ് ആവുക, എനിക്കറിയില്ല. എനിവേ ഞങ്ങൾക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി ഒരെണ്ണം വാങ്ങിച്ച് കഴിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഇതൊരിക്കലും നമ്മുടെ കുട്ടികൾക്കൊന്നും വാങ്ങിച്ചു കൊടുക്കരുത് കേട്ടോ. ലോളിപോപ്പും ചോക്ലേറ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഉറപ്പായിട്ടും പിള്ളേർക്കൊന്നും കൊടുക്കരുത്. നമ്മൾ വലിയവർക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇച്ചിരി ട്രൈ ചെയ്ത് നോക്കാം, അത്രേ ഉള്ളൂ. പ്രാഗിലെ കാഴ്ചകളും ഇവിടുത്തെ ഭക്ഷണ രീതികളും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ യാതൊരു മടി കൂടാണ്ടും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിന് ഒരു കാശും ആവില്ല. കാരണം ഒരുപാട് പേർക്ക് സംശയമാണ് സബ്സ്ക്രൈബ് എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിന്ന് പൈസ പോകുമെന്ന്. ഒരു പൈസ പോലും പോകില്ല, അത് ഫുള്ളി ഫ്രീ ആണ്. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്. ആ ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ട്രാവൽ വീഡിയോസും റെസിപ്പി വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.